ഓം നമ ശിവായ. ഈ രോഗങ്ങൾ എന്താണ്, എങ്ങനെയാണ് രോഗങ്ങൾ വരുന്നത്? രോഗങ്ങളിൽ എങ്ങനെയാണ് ഈ രോഗമെന്ന് പറയുന്നത് നമുക്ക് ശിശു ഉത്പാദനത്തിൽ നിന്ന് 4 രോഗം പറയും. 4 രോഗങ്ങളാണ്. സത്യൻ്റെ പെണ്ണാണും പോകമുറ്റ് സിറുവരങ്കെ കെപ്പമതിൽ ജ്വലിക്കുമ്പോൾ സത്യൻ്റെ വിന്തതിയിലെ ചൂടുതാവി പാലകർക്ക് ശിഖപ്പുടനെ കരപ്പനായി കൊത്തിയൻ്റെ മാന്തമുടൻ കണയുമായി കൂടിയെ പിറന്നുകൊള്ളും നോയ്താനപ്പ സത്യൻ്റെ 4 പിണി ഗർഭത്തിലുട്ട് ജടവളര 4000 കതിയേനോയെ. അപ്പോൾ അമ്മയച്ഛൻ്റെ രോഗം 4 രോഗം മക്കൾക്ക് കിട്ടിയതിന് ശേഷം അത് ശരീരം വളർന്നു മുടിയെ 4000 രോഗമായിട്ട് മാറുകയാണ്. ഈ രോഗാവസ്ഥയിൽ ഇന്ന് മനുഷ്യൻ വളർന്ന് ജീവിച്ച് വരെ പേയ്ഭൂതമാകിയാൽ അതായത് അഗസ്ത്യ ഭഗവാൻ എന്നെ ചൊല്ലിയിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടാൽ വയ്യകത്തിൽ മാഞ്ഞിഴക്ക് പേയ്ഭൂതമാകിയാലേ സകലരിക്കും ഇന്നോയ്താൻ സഹിതം പാരേ. പേയ്ഭൂതമായി കൊണ്ട് ഒരുപാട് രോഗം ജനങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്ന് തിരിച്ചറിയാൻ കഴിയാം. ഡോക്ടർമാർ പലരും പല ടെസ്റ്റുകളും ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. ആ ടെസ്റ്റിൽ കാണാതെ ഈ രോഗമില്ല എന്ന് രോഗിയെ ഡോക്ടേഴ്സ് വിടുകയാക്കും. രോഗമില്ല, ടെസ്റ്റിൽ ഒന്നും ഇല്ല എന്ന്. അപ്പോൾ ഈ ടെസ്റ്റിൽ ഇല്ല എന്ന് വിടുന്ന രോഗി എന്തിനാണ് അവസ്ഥപ്പെടുന്നത്? എന്തുകൊണ്ടാണ് അവസ്ഥപ്പെടുന്നത്? അവർ രോഗിയായിരിക്കും കാരണമെന്ത്? രോഗമില്ലെങ്കിൽ അതെല്ലാം പേയിനാൽ വരെയുള്ള രോഗങ്ങളാണ്. ഒരുപാട് രോഗം പേയിനാൽ വരെയുള്ള രോഗങ്ങളാണ്. അതായത് കാപ്പാന കരുനാടി വാദമാകും കാണുകിൻ്റെ പിത്തമത് ഭൂതനാടി ശ്ലേഷ്പനമത് കുരുനാടിയാകും ശേലാകമുതിർക്കും ചെയ്കേട്. അതായത് വാദപിത്തശ്ലേഷ്പനം എന്ന് 3 നാടിയുടെ രീതിയാണ് പറയുന്നത് അഗസ്ത്യ ഭഗവാൻ. വാദപിത്തശ്ലേഷ്പനത്തിൻ്റെ രോഗം ഭൂതനാടി കാപ്പാന കുരുനാടി അരണൈവാൽ പോൽ തനിത്തോടി അലങ്കരിത്ത് നിൽക്കുമാകിൽ നേർപ്പാന മാരണവും വഹിത്തതുണ്ട് നിശമാന മാടനുടൻ ഭൂതമാർക്കം. അവർക്ക് ശുദ്രം ചെയ്ത് വെച്ചിരിക്കും. മാരണം ശുദ്രമാണ്. നേർപ്പാന മാരണവും വഹിത്തതുണ്ട് അതിൻ്റെ ഉപദ്രവ ദേവതകൾ നിശമാന മാടനുടൻ ഭൂതമാർക്കം നേർത്ത് വിട്ടേ മല്ലനുടൻ ഭദ്രഹാടി. മാടൻ, കാളി ഇങ്ങനെയുള്ള സാസുക്കൾ ഉപദ്രവം ചെയ്യുന്ന വരുന്ന ദുരിതം താനാന കാൽമുടക്കം കൈമുടക്കം കുടച്ചലാകും ദയവാന സുറിചിരങ്ങും ചിരന്തിയാകും തലകനക്കും പിത്തമുടൻ വെളുപ്പുമാകും പിശകാന കുത്തുഴച്ചൽ വശഭൂതോറും പെരുത്തയരി കാന്തനുടൻ ബശിരമാമേ. ബശിരമുള്ള ഭൂതനാടി തുളിത്തിടിത്തിരിക്കൽ വേദിയനെ അതിൽ വിവരം ചൊല്ലക്കേട് വെറിയാന വെറ്റിപ്പേയാൻ ലക്ഷി കക്ഷി വെറിയാന പിറയിതവും മാടനാകും. ഈ ദേവതകൾ പിടിച്ച താനാന വയററിവോ കൈകാൽ കാന്തൽ കുടച്ചലുടൻ വയറുളയും വയർകടിക്കും വയറേ കാന്തും ദാനാന ദ്വാലയത് തന്നാലേവും തൽപ്പാന സുൽപ്പലങ്ങൾ പലതും കാണും കേളപ്പായി എടുത്തെറിയും പൽക്കടിക്കും കൊടിയതോ തളർച്ചയുണ്ടാകും താനേ. ഈ പേകൾ പിടിച്ചാലുള്ള രോഗങ്ങളാണിത്. ഇങ്ങനെ കോടാനുകോടി രോഗികൾ, കോടാനുകോടി ദുരിതങ്ങൾ
രോഗികൾക്ക് നിറഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഇത് തീർക്കാനാണ് ഈ പൂജാകർമ്മങ്ങളും ഈ വിദ്യകളും ഈ മാന്ത്രികങ്ങളെല്ലാം പൂജാകർമ്മങ്ങളെല്ലാം എഴുതിയിട്ടുള്ളത്. ഇത് തീർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നാടുന്നവരുണ്ട്, ഇത് ചെയ്യുന്നവരുണ്ട്, ഇത് ചെയ്യാത്തവരുണ്ട്. ചെയ്യുന്നത് അതിൻ്റെ വിധിപ്രകാരം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇത് തന്ത്രികളുടെ പോലെ കാട്ടിക്കൂട്ടിയാണ് ചെയ്യണത്, മാറിയില്ല. രോഗങ്ങളൊന്നും മാറിയില്ല. റെഡിമെയ്ഡ് തകട് എഴുതി വെച്ചിരിക്കുന്ന തകട് വാങ്ങിച്ച് ചുരുട്ടി ഞാൻ കടയിൽ ഇരിക്ക ആ തകട് ചുരുട്ടി അത് തട്ടാളുടെ കൊടുത്ത് അവരുടെ കടയിൽ കടക്കാരുടെ കൂടെ ചുരുട്ടി അത് കൂടിനകത്ത് കയറ്റി കൊണ്ടുപോയി 200-300 രൂപ വിൽക്കാക്കും. അവർക്ക് മാറിയില്ല, എന്താ ദുരിതങ്ങളൊന്നും മാറിയില്ല, രോഗവും മാറിയില്ല. അമിതമായ രോഗങ്ങൾ. അപ്പോൾ ഇതിനായിട്ട് എത്രയോ രോഗികൾ വന്നിട്ടുണ്ട്. മാർത്താണ്ഡത്തിൽ നിന്ന് ഒരു പയ്യെ ഇവിടെ വന്ന് കൈകാലം എങ്ങനെ ഇരിക്കും, മുടങ്ങിയിരിക്കും. അപ്പോൾ കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ട് പറഞ്ഞു ഒരു രോഗമല്ല, ഉപദ്രവമാണ്. അപ്പം സർവീസ് ഇട്ടിരുന്നു അവിടെ. വേറെ ഒരുത്തം കൊണ്ട് സർവീസ് ഇട്ട് അവൻ ഇവന് സുന്ദരം ചെയ്ത് വെച്ച്. പിന്നെ ഇവന് സർവീസ് ഓട്ടമല്ല, ഇവന് മുടക്കമായി. അപ്പോൾ ഇവരുടെ കയ്യിൽ കാശൊന്നുമില്ല ചെയ്യാൻ. അപ്പോൾ എൻ്റെ ഒരു അടിയനാണ് കൂട്ടിയിട്ട് പോയത്. പോയി നോക്കിയിട്ട് ഒന്ന് പൈസ സാധനങ്ങൾ വാങ്ങിക്കാൻ പൈസ ഒന്നും ഇല്ല മാമ. ആ ശരി, അതിൻ്റെ അനി ഒരു തേങ്ങായും മുട്ട കേട്ടോ 100 മില്ലി വെളിച്ചെണ്ണ വാങ്ങിച്ചിട്ടാന്ന് പറഞ്ഞു. ഒരു തേങ്ങായും മുട്ട 100 മില്ലി വെളിച്ചെണ്ണ വാങ്ങിച്ചിട്ട് ഞാൻ വിഷ്ണു ഭഗവാൻ നരസിംഹമൂർത്തി ജപിച്ച് എല്ലാം വച്ചിട്ട് ജപിച്ചിട്ടുണ്ട്. ജപിച്ചിട്ടിരിക്കുന്ന സമയത്തിൽ ആ രോഗി കൈകാലെല്ലാം മുറിക്ക് പല്ലും കടിച്ചിട്ട് എളിക്കുക. നേടാന്ന് ചോദിച്ചു. അത് എന്നെ ബാധ കൊണ്ടിട്ടിരിക്കാക്കും, ഞാൻ പോവില്ല. അപ്പോൾ അവനെ മാറ്റാൻ അവിടെ വേറെ സാധനമൊന്നുമില്ല. ഞാൻ ബന്ധം കൊണ്ട് ആ കയ്യിൽ നിന്ന് ബന്ധം കൊണ്ട് ചുട്ട് മാറ്റി അവനെ. മാറടാന്ന് പറഞ്ഞു. മാറ്റിയിട്ട് ഞാൻ മതി, എന്നെ ഒന്നും തന്നില്ല. 10 രൂപ നാഗൂറിൽ പോയിട്ട് 10 രൂപയാണ് ഞാൻ ബസ് ഫെയർ തന്നത്. ഞാൻ 10 രൂപയും കൊണ്ട് വീട്ടിൽ വന്നു. അവളുടെ പറഞ്ഞ് നീ അത് കൊടുത്തരേ, സർവീസ് അവൾ വേണ്ടാലും കൊടുത്തരേ എന്ന് പറഞ്ഞു. അവൻ കൊടുത്ത് സർവീസ് കൊടുത്ത്. തിരിച്ചു ഒരു ദിവസം ഒരു നാഗൂറിൽ തന്നെ ഒരു കല്യാണത്തേക്ക് അവിടെ പാർവതീപുരത്തിലെ കല്യാണത്തിന് ഞാൻ പോയിരുന്ന സമയത്ത് ഇത് പയ്യ അവിടെ വന്നു. ഇതിനൊക്കെ ആൾ മനസ്സിലായില്ല. അവൻ വന്നിട്ട് തൊഴുതുകൊണ്ട് നിന്നിട്ട് പറഞ്ഞ് മാമ അന്ന് ഞാൻ ഒന്നും പൈസ തന്നില്ല, മാത്താണ്ടത്തിലൊന്നും എൻ്റെ സർവീസിലൊന്നും വേല ചെയ്തത് എന്ന് പറഞ്ഞാൽ 200 രൂപ കാശെടുത്ത് എനിക്ക് തന്നു. അവന് പിന്നെ കയ്യും പോണൽ തീർന്ന് കാല് പോണൽ തീർന്ന് എല്ലാം തീർന്നു. ഇപ്പോൾ ഇടക്കാലത്ത് ഒരു സ്ത്രീക്ക് തലവേദന. അപ്പോൾ അവൾ തലവേദനയോട് ഇല്ലാതിരുന്ന സ്ത്രീയാണ്. ഒരു മരണ വീട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം തലവേദനയാണ്. അപ്പോൾ അവൻ 1 ലക്ഷം രൂപ ലോൺ അപേക്ഷിച്ച് 90,000 രൂപ കിട്ടി കോപ്പറേറ്റീവ് ബാങ്കിൽ. അവൻ സ്വന്തം റബ്ബർ ഇതെല്ലാം ഉണ്ട്. അവൻ அந்த പൈസയെ കൊണ്ട് ബാങ്കിൽ ഇട്ടിട്ട് ഇവിടേക്ക് ചികിത്സിക്കാൻ തുടങ്ങി. 90,000 രൂപയിൽ 3 രൂപ ബാക്കിയെല്ലാം ഡോക്ടേഴ്സ് തന്നെ വാങ്ങിച്ച് ടെസ്റ്റ് ചെയ്ത് അവർക്ക് കൺസൾട്ടിങ് ഫീസുമായിട്ട് അത്രയും തീർന്നു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് നമുക്ക് നാഗരാജൻ വിതരണമാക്കാം മതി എന്ന് പറഞ്ഞ് കൂട്ടിയിട്ട് നോക്കി രോഗമായിട്ടുണ്ട്, കാണുന്നില്ല. കാരണം ഞാനൊരു മരുന്ന് തരാം, അതൊരു 10 ദിവസം കഴിക്കണം. കഴിച്ചിട്ട് കൊടായിൽ നിന്ന് വിഷമിക്കരുത്, എൻ്റെ കണ്ട് കാണണം. ഞാൻ ഒരു 300 രൂപ കാശേ വാങ്ങിച്ചുള്ളൂ. അപ്പോൾ മരുന്ന് കഴിച്ചിട്ട് വന്ന് കൊടായിലെ വൈദ്യരെ എന്ന് പറഞ്ഞു. ശരി, കൊടായിലിനെ കൊണ്ടാക്കാം. ഞാൻ പറഞ്ഞ് ഒരു കാര്യം ചെയ്യണം, വീട്ടിൽ പോയിട്ട് ഒരു മീഡിയ വസ്ത്രം കൊടുത്തിട്ട് നിൽക്കണം വീട്ടിൽ യാത്രയിൽ കിടക്കാനായിട്ട്. അപ്പോൾ തലവേദന ഒന്നും പതുക്കെ ആട്ടം പിടിച്ച് വന്നേക്കണം. അതുപോലെ ഒരു 5-6 ദിവസം കഴിഞ്ഞ് വന്നാൽ തലവേദന വന്ന് പതുക്കെ ഒരു ആട്ടയും പിടിച്ച് അവിടെ വന്നു. ഇവിടെ വന്ന സമയത്തിൽ 8:30 മണിയായി, രാവിലെ 8:30 മണിയായി. അപ്പോൾ എൻ്റെ അളിയൻ ബാങ്ക് സെക്രട്ടറി ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങേർക്കും തൊഴിലറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞ അറിയാ ഒരു പേഷ്യൻ്റ് വന്നിരിക്കുകയാണ്, ഇപ്പോൾ സാധനം ബോഡിയിലുണ്ട്. പൾസ് നോക്കിയിട്ട് പറഞ്ഞാൽ ഇപ്പം സാധനം ബോഡിയിലുണ്ട്, ഒരു പേഷ്യൻ്റ് വന്നിരിക്കുക, വിടരുത് കേട്ടോ. അതിനാകെ ഒരു ആണിയും ഒരു തടി കഷ്ണവും കിട്ടേ
അപ്പോൾ ആ എണ്ണ തോണി അടിച്ചതൊരു കാറ്റിനും തടിയുടെ ഒരു പീസ് എടുത്തു. ആ പീസ് എടുത്ത് 2 പട്ടിലാണി എടുത്ത് കൊടുത്ത് അങ്ങേരും പിടിച്ച് ബന്ധിച്ച് തറച്ചുകൊണ്ട് അവൾ ഓ ആ ആ ആ ആ ആ ആ ഞാൻ പോണെന്ന് പറയുകയാണ്. എന്തിനൊന്നെന്ന് ചോദിച്ചു. ചുമ്മാ ഒന്ന് എപ്പോൾ എവിടെയെന്നൊന്ന് അവൾ ഒരു മരണ വീട്ടിൽ വന്നിരുന്ന് അപ്പോൾ ഞാൻ അവളെ കൂടെ വന്ന്. നീ എന്തിനാ വന്നത്? ചുമ്മാ വന്ന്. ഈ തലവേദന രോഗത്തിൽ ചെത്ത ഒരു ആവിയാണത്, ജീവനാണ്. ഭൂലോകത്തിൽ ചാകുന്ന ഒരു മനുഷ്യജീവനും അവിടെ സന്നിധാനത്ത് എത്തിയിട്ടില്ല. ജന്മജന്മാന്തരങ്ങളായിട്ട് കിടക്കുക ഇവിടെ. എന്തെങ്കിലും ഒരു ദിവസം എടുക്കും, അടുത്ത ജന്മം കൊടുക്കും. അതുവരെ ഇത് അത്ര എണ്ണം എല്ലാ മനുഷ്യന്മാർക്കും അനേക മനുഷ്യന്മാർക്ക് ബോഡിയിൽ ഇരിക്കാക്കും. അങ്ങനെ എത്ര 100 കേസ് 100 കേസുകൾ നമ്മൾ നിറയെ മാറ്റിയിട്ടുണ്ട്. മാറാത്തതുകൊണ്ട് ജന്മകാലം മാറില്ല. അതെല്ലാം ദൈവം അവർക്ക് കൂടുതൽ ശിക്ഷകളാണ്. കാരണം അവരാരും ഈശ്വര ധ്യാനമുള്ളവരല്ല. അവർക്കാർക്ക് ഈശ്വരൻ വേണ്ട. ഉള്ള കോയിലേക്കെല്ലാം പോവും. കരിങ്കാളി കോയിലേക്ക് പോവും, ചെങ്കാളി കോയിലേക്ക് പോവും, ചെന്താ കോയിലേക്ക് പോവും. അയ്യപ്പന് സ്വാമിയെ ശരണം അയ്യപ്പാൻ വിളിക്കും. അവിടെ എല്ലാം കിടന്ന് കുലുങ്ങുന്നവരാണ്. ഇവരാരും ഭഗവാൻ തിരിഞ്ഞു നോക്കുന്നില്ല. ഇപ്പോൾ ഓരോ ഇടങ്ങളിൽ വെള്ളത്തിനാൽ മഴയിൽ അടി ഉയരുന്നുണ്ട്. ഇത് അടി ഉയർന്ന ഇടത്തിൽ എത്രയോ നൂറ്റുകണക്കിന് ജനങ്ങൾ മരിക്കണല്ലേ. അപ്പം മനുഷ്യൻ നമ്മൾ പറയാം, അയ്യോ പാവം ഒരുപാട് മരിച്ചുപോയി, അയ്യോ പാവം ഒരുപാട് മരിച്ചുപോയി നമ്മൾ പറയുകയാണ്. നമ്മളെ ദൃഷ്ടിച്ച ഭഗവാന് സങ്കടമുണ്ടാകും. നമ്മളെ ദൃഷ്ടിച്ച ഭഗവാന് സങ്കടമില്ലല്ലോ. അതാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. കൽക്കിയിൽ പറഞ്ഞിരിക്കാക്കും, കടുവായി അടിക്ക വന്നാൽ ഞാൻ കാണാമൽ പോയി വിടുവേൻ, പുലികൾ അടിക്ക വന്നാൽ നിങ്ങൾ കുലൈകുലൈந்து വിളിത്തിടുവീർ, அரவங்கடித்ததானால் நீங்கள் பதைத்து செத்திடுவீர், ஈனப்பை பிடித்தால் உங்களை பிச்செடிந்து தின்றுவிடும், ഇവ ഒന്നും എൻ കണ്ണുകൾ കാണാതെ. ഇതൊന്നും ഭഗവാന്റെ കണ്ണ് കാണുന്നില്ല. കാരണം എന്താണ്? ഭഗവാനെ കണ്ണ് കാണാത്ത കാരണം എന്ത്? ഇവരാരും ഭഗവാനെ പൂജിക്കുന്നവരല്ല. ഇവർക്ക് മനസ്സുകൊണ്ട് അവിടെ എത്തുന്നില്ല. അവിടെയാണ് ഈ ആത്മീയ ആവശ്യപ്പെടുന്നത്. ആത്മീയ ക്ലാസ്സും അറിവും അതിവിടെയാണ് ആവശ്യപ്പെടുന്നത്.